എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇമ്മാനുവൽ ടൂറിസം ട്രാവൽസിന്റെ ബിജു കല്ലുവയൽ. 2024 അവസാനിക്കാൻ പോകുന്ന ഈ ഒരു വേളയിൽ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 8 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമയോടെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. നമ്മുടെയൊക്കെ ഞാൻ എന്റെ അനുഭവത്തിൽ, അതായത് ഇത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പറഞ്ഞത് പഠിപ്പിച്ചതൊന്നുമല്ല, എന്റെ ഇത്രയും 15 വർഷത്തെ ടാക്സി മേഖലയിലുള്ള എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ മിക്കവാറും പഞ്ചായത്ത് റോഡുകൾക്കൊന്നും വലിയ വീതിയില്ല. ഈ റോഡെ കാണുന്ന ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയാണ്, നമ്മളൊരു ലോഡ് ഒക്കെയുള്ള വണ്ടിയായിട്ട് നമ്മൾ കയറ്റം കയറി ചെല്ലുവാണെങ്കിൽ എതിരെ വരുന്നവർ ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ അവർക്ക് എവിടെയെങ്കിലും ആ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കാതെ ഒന്നും നോക്കാതെ ആ വണ്ടിയായിട്ട് നേരെ ഇറങ്ങി വരും. എന്നിട്ട് നമ്മളിപ്പോ കയറ്റം കയറിയാ പോകുന്നെങ്കിൽ ആ വണ്ടിക്ക് കയറി പോകാനും പറ്റത്തില്ല, അവർക്ക് നമ്മളെ മറികടന്ന് പോകാനും പറ്റത്തില്ല. അവര് ചിലപ്പം മറികടന്ന് പോയാൽ പോലും നമ്മൾ പിന്നെ ആ വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റാതെ ആ കയറ്റത്തിൽ ലോഡുമായിട്ട് അവിടെ കൊടുക്കും. ഇത് എന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പലരുടെയും അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ ഇറക്കം ഇറങ്ങി വരുവാണെങ്കിൽ എതിരെ ഒരു വണ്ടി കയറ്റം കയറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് നോക്കണം. ആ വണ്ടി അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുകളിൽ നിന്ന് ശ്രദ്ധിക്കണം, ഈ 2 വണ്ടിക്കും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള വീതി അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ വണ്ടി നമ്മുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഇച്ചിരി വീതിയുള്ള സ്ഥലം കണ്ട് അവിടെ നമ്മൾ നമ്മുടെ വണ്ടി സൈഡ് ഒതുക്കണം. എന്നിട്ട് ആ വണ്ടി കടന്നു പോയതിനു ശേഷം മാത്രമേ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകാവുള്ളൂ. ഇതാരും നമ്മളെ പറഞ്ഞൊന്നും തരികയില്ല, പക്ഷെ നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ കാണിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പലർക്കും ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം വണ്ടി പാർക്ക് ചെയ്യുന്നതിലെ കാര്യങ്ങളാണ്. മിക്കവാറും ഈ ചില സ്ഥലങ്ങളിൽ ടൗണില് കടകളുടെ ഒക്കെ മുമ്പിൽ വണ്ടി ഇങ്ങനെ പിന്നെ വീതിപ്പാടിടാനുള്ള സ്ഥലം മിക്കവാറും ചിലടത്തൊന്നും കാണിയില്ല. അപ്പൊ എന്ത് ചെയ്യും, കടയുടെ മുമ്പിൽ തന്നെ നീളത്തിൽ വണ്ടി ഇടും. വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ മിക്കവാറും ചില വ്യക്തികൾ എന്ന് വെച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവന്നിട്ട് നമ്മുടെ വണ്ടി ഇടുന്നതിന്റെ നേരെ മുമ്പിൽ കൊണ്ടുപോയിട്ട് മുട്ടിയില്ല എന്നുള്ള രീതിയിൽ, അതായത് ഒരു 30 സെന്റിമീറ്റർ ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി പോകുന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പുറകിലും കൂടി ഒരു വണ്ടി ഇതുപോലെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുടുങ്ങി. ഇതിലേതെങ്കിലും ഒരു വണ്ടി മുന്നോട്ടോ പുറകോട്ടോ എടുത്തു മാറ്റാൻ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. ഈ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും വളരെ അഹങ്കാരത്തോടെ ദാക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അവിടെ കിടക്കുന്ന വണ്ടിക്ക് ഒന്ന് എടുത്തു പോകാനായിട്ടുള്ള ഒരു മീറ്റർ ഗ്യാപ്പ്, ഇത് ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്കും ചിലപ്പോൾ പണി കിട്ടും. ആ വണ്ടി എടുത്തിട്ട് പോയില്ല, അവരുടെ പുറകിൽ വേറൊരു വണ്ടി കൂടെ വന്ന് ഇതുപോലെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ പെടും. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയെക്കാളും 1 മീറ്ററും കൂടെ പുറകോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ വണ്ടി എടുത്തിട്ട് പോയില്ലെങ്കിലും നമ്മളാണ് ആദ്യം വരുന്നെങ്കിൽ നമ്മുടെ വണ്ടി നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. മുട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. പിന്നെ വണ്ടി അവർ വരാതെ നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പുറകിലൊരു വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അവരും കൂടെ വന്നിട്ടില്ലാതെ നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, വണ്ടി സഡൻ ബ്രേക്ക് ഇങ്ങനെ എന്താ പറയുക, മെയിൻ റോഡ് ഹൈവേയിലൂടെയൊക്കെ വണ്ടി കടന്നു പോകുമ്പോൾ ഏത് സമയവും ചിലപ്പം ഒരു വണ്ടിക്ക് നമ്മുടെ മുമ്പിൽ പോകുന്ന ഒരു വണ്ടി സഡൻ ബ്രേക്ക് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് പ്രതീക്ഷിച്ച് അത് കണക്കാക്കി വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. അതുകൊണ്ട് തന്നെ മുമ്പിൽ പോകുന്ന വണ്ടിയെക്കാളും ഏകദേശം ഒരു 4 മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കാനായിട്ട്. കാരണം ഏതൊരു സമയവും ഒരു സഡൻ ബ്രേക്ക് ഇടേണ്ട ഒരു സാഹചര്യം വരും. അപ്പം പെട്ടെന്ന് അങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നിന്നാലും വണ്ടി എന്ത് ചെയ്യും, നിരങ്ങിപ്പോയിട്ട് മുന്നിലുള്ള വണ്ടിക്കിട്ട് പൊട്ടിടിക്കും. അതേപോലെ തന്നെ നമ്മുടെ പുറകെ വരുന്ന വണ്ടി ഇതേപോലെ തന്നെ നമുക്കിട്ടിടിക്കും. ഈ കാഴ്ച ഞാൻ എറണാകുളത്ത് നിന്നും പല സ്ഥലത്തുനിന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. 3-4 വണ്ടികൾ ഒരുമിച്ച് കൂട്ടിയിടിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി മറ്റേ പൈലറ്റ് എസ്കോർട്ട് വാഹനങ്ങളെല്ലാം കൂടെ പോയിട്ട് 3-4 വണ്ടികൾ ഇതേപോലെ തന്നെ ഒരു തിരക്കുള്ള സ്ഥലത്ത് വെച്ച് കൂട്ടിയിടിക്കുന്ന കാഴ്ച നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്, ടിവിയിലൂടെ കണ്ടതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പിലുള്ള വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 4 മീറ്റർ ഗ്യാപ്പ് കണക്കാക്കിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഇടത്തോട്ടുള്ള മിററിലൂടെ ഒന്ന് നോക്കി സൈഡിൽ കൂടെ വണ്ടി ഒന്നും വരുന്നില്ല എന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി നമ്മൾ ഇടത്തോട്ടൊന്ന് ഒടിച്ചിട്ട് വേണം ചവിട്ടാൻ. നേരെ കൊണ്ട് ചവിട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വണ്ടി സ്കിഡ് ചെയ്ത് നിരങ്ങിപ്പോയിട്ട് മുമ്പിലുള്ള വണ്ടിക്കിട്ട് നമ്മൾ വീട്ടിടിക്കും. അപ്പൊ ആ വണ്ടിക്കും പെരുക്കായി, നമുക്കും പെരുക്കായി. പുറകെ വരുന്ന വണ്ടി മിക്കവാറും അത് തന്നെയായിരിക്കും സംഭവിക്കുക. നമ്മുടെ വണ്ടിയുടെ പുറകും മുൻവശവും ഒരേപോലെ കിടക്കും. അതേസമയം നമ്മൾ ഇടത്തോട്ട് ഒന്ന് വണ്ടി സ്റ്റീറിംഗ് ഒന്ന് കറക്കി ഒന്ന് വെട്ടിച്ചിട്ടൊന്ന് ചവിട്ടുവാണെങ്കിൽ ആ ഒരു ഇടി ഒഴിവാക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ലൈറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിൽ ആളുകളുടെ വിദ്യാഭ്യാസം ഒക്കെ വെറുതെയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവരെ അവനവന്റെ സമ്പത്ത് കൊണ്ട്, അല്ലെങ്കിൽ അവനവന്റെ വണ്ടിയുടെ ആ വില, ഏറ്റവും വില കൊടുത്ത് മേടിച്ച വണ്ടി
അതുകൊണ്ട് മറ്റുള്ളവരെ പരമാവധി ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് പലരും വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ പരമാവധി നമ്മൾ വണ്ടി ഹെഡ്ലൈറ്റ് രാത്രി ഡിം അടിച്ചിട്ട് ഓടിക്കുക. കാരണം ബ്രൈറ്റ് ഇട്ട് ഇപ്പോഴത്തെ വണ്ടികൾക്കൊക്കെ ഹലോജൻ ലൈറ്റ്, അതുപോലെ തന്നെ LED ലൈറ്റ്, ഇങ്ങനെയുള്ള ഭയങ്കര പവർ കൂടിയ ബൾബുകളാണ് പല വണ്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വണ്ടിക്കാരന് വ്യക്തമായിട്ട് റോഡ് കാണാതെ വരികയും ആ സമയത്തെങ്ങാനും കുറച്ച് ദൂരം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ റോഡ് മറികടക്കും. അതുപോലെ സൈഡിൽ കൂടെ കടന്നു പോകും. ഇവരൊന്നും ചിലപ്പം ഈ ഡ്രൈവറുടെ ശ്രദ്ധപ്പെടില്ല. ആ വ്യക്തിയുടെ മരണത്തിന് എതിരെ ഇതുപോലെ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് വരുന്ന വ്യക്തിയുടെ ആ അശ്രദ്ധമായ ആ ഒരു പ്രവൃത്തി കാരണമായി തീരും. അപ്പം നമ്മളാണേലും നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ എല്ലാവരും ഇതുപോലെ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം ഒഴിവായി തീരും. വണ്ടി ഓടിക്കുമ്പോൾ, രാത്രികാലങ്ങളിൽ ഓടിക്കുമ്പോൾ വണ്ടി ഹെഡ്ലൈറ്റ് ഡിമ്മാക്കി ഓടിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ 5 നോട്ടം. വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകമായിട്ട് വേണ്ട ഒരു 5 നോട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭൂരിഭാഗം മുമ്പോട്ട് തന്നെ ഓടിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടും, പ്രത്യേകിച്ച് ലെഫ്റ്റോ റൈറ്റോ തിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇടത്തോട്ടൊന്ന് നോക്കി സൈഡിൽ കൂടെ വണ്ടി കടന്നു വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ, ഇടത്തോട്ട് ഇൻഡിക്കേറ്ററും കൂടി ഇട്ടിട്ട് മാത്രമേ ഇടത്തോട്ട് നമ്മൾ വണ്ടി എടുക്കാവുള്ളൂ. ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടാലും ആ സമയം കൊണ്ട് ഇടത്തോട്ട് വണ്ടി ഓടി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തിരിയാൻ ഉദ്ദേശിക്കുന്ന കവല ആ സ്ഥലത്തിന് കുറച്ച് മുമ്പ് തന്നെ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കണം. അല്ലാതെ ആ മുഹൂർത്തത്തെ കൊണ്ട് ചില വ്യക്തികൾ ആ തിരിയേണ്ട കറക്റ്റ് സ്പോട്ടിൽ എത്തിയതിനു ശേഷം ഇൻഡിക്കേറ്റർ ഇട്ട് അന്നേരം തന്നെ തിരിയുന്ന കാഴ്ച കാണാറുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. കുറച്ച് തിരിയാൻ ഉദ്ദേശിക്കുന്ന കവലയ്ക്ക് ജംഗ്ഷൻ എത്തുന്നതിന് കുറച്ച് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുന്നതിന് മുമ്പ് തന്നെ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് അല്ലെങ്കിൽ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിക്കുക. അതുപോലെ തന്നെ വണ്ടി തിരിക്കുന്നതിന് മുമ്പ് വേറൊരു വണ്ടി സൈഡിൽ കൂടെ കയറി വരുന്നുണ്ടെന്ന് പ്രത്യേകം നോക്കുക. കഴിഞ്ഞ ദിവസം കൂടെ എന്റെ അടുത്ത ടൗണിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു അശ്രദ്ധ മൂലം ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ ഒരു പുതിയ കാർ കൊണ്ടുപോയിട്ട് സൈഡിൽ കൂടെ കയറി വന്ന ഒരു ജീപ്പിനിട്ട് കൊണ്ട് അടിക്കുന്ന ഒരു കാഴ്ച ഞാൻ നേരിട്ട് കണ്ടതാണ്. പിന്നെ നോക്കേണ്ടത് ഇടയ്ക്ക് പുറകോട്ട് നോക്കുക. ഇടയ്ക്ക് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലുള്ള ഗ്ലാസ്സിലൂടെ ഇടയ്ക്ക് പുറകോട്ട് നോക്കാം, അല്ലെങ്കിൽ 2 സൈഡിലുള്ള ഗ്ലാസ്സിലൂടെ പുറകോട്ട് നോക്കാം. പിന്നെ നോക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ മീറ്ററിലേക്കാണ്. കാരണം എന്തെങ്കിലും കാരണവശാലും വണ്ടിയുടെ കൂളന്റ് ഒക്കെ ലീക്കി പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി ഓവർഹീറ്റ് കാണിക്കും. അപ്പൊ ഇതൊന്നും നോക്കാതെ വണ്ടി ഓടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ബോണറ്റിന്റെ ഉള്ളിലൂടെയൊക്കെ പുക വരുമ്പോഴായിരിക്കും ഇവർ ശ്രദ്ധിക്കുന്നത്. അത് ചിലപ്പോൾ വണ്ടിക്ക് തീ പിടിക്കാൻ കാരണമാകാം, സെൻസറിന്റെ സിസ്റ്റം ഒക്കെ കത്തിപ്പോകാൻ കാരണമാകാം, സെൻസറൊക്കെ കംപ്ലൈന്റ് വരാൻ കാരണമാകാം. അപ്പോൾ ഓവർഹീറ്റ് ആകാതെ ഇടയ്ക്ക് മീറ്റർ പകുതിക്ക് മുകളിലേക്ക് കയറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡീസൽ, ഇന്ധനം ഏത് ലെവലിലാണെന്നുള്ളതും കൂടെ ഒരു നോട്ടം വേണം. ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു പ്രൊഫഷണൽ, അതായത് പക്വതയുള്ള ഒരു ഡ്രൈവറുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സ്പോർട്സ് മൈൻഡ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എപ്പോഴും ഡ്രൈവിംഗിൽ സക്സസ് ആകാനായിട്ട് സാധിക്കുള്ളൂ. അതായത് പല സാഹചര്യത്തിലും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ, അതായത് ചിലപ്പോൾ മുമ്പിൽ പോകുന്ന ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഔട്ടും. ചില വ്യക്തികൾക്ക് അത് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിശ്ചയം ഉണ്ടായില്ല. പെട്ടെന്ന് തീരുമാനം എടുക്കാനായിട്ട് ഇടത്തോട്ട് വെട്ടിക്കണോ വലത്തോട്ട് വെട്ടിക്കണോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത സെക്കൻഡിൽ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് ശരീരം അതിനനുസരിച്ച് വഴങ്ങണം. ആ രീതിയിലേക്ക് എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ ഇന്ന് നമ്മുടെ റോഡിൽ സംഭവിക്കുന്ന ഒട്ടുമുക്കാലും അപകടങ്ങളും ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്തത് ആന്റി ഗ്ലെയർ ഗ്ലാസ്. നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 1000-500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആന്റി ഗ്ലെയർ ഗ്ലാസ് കിട്ടും. അത് എതിരെ വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചമൊക്കെ നമുക്ക് അധികമായിട്ട് കണ്ണിലടിക്കുന്നതിന് ഒഴിവാക്കാനായിട്ട് അത് ഉപകാരപ്പെടും. പിന്നെ ഇനി പറയാനുള്ളത്, ഇനി വണ്ടി ഓടിക്കുന്നവരോടല്ല, ഇനി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വഴിയാത്രക്കാരോടാണ്. മിക്കവാറും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല ആൾക്കാരും റോഡെ നടന്നു പോകുമ്പോൾ ഇടത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വണ്ടി കടന്നു പോകുന്നു. അവരും എന്ത് ചെയ്യും, അതേ ഇടത്തെ സൈഡിൽ കൂടെ തന്നെ മുന്നോട്ട് നടക്കുന്നതാണ്. അന്നേരം ഈ വണ്ടി അതേ സൈഡിൽ കൂടെ കടന്നു പോകുന്ന വണ്ടി എന്തെങ്കിലും കാരണവശാൽ ഇടത്തോട്ടൊന്ന് വെട്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരെ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വ്യക്തി എന്ത് ചെയ്യണം, ഈ വണ്ടി അങ്ങോട്ട് പോകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ വേണം അങ്ങോട്ട് പോകാൻ. അങ്ങനെ ചെയ്യുമ്പോൾ അവിടുന്ന് എതിരെ വരുന്ന വണ്ടി എന്തെങ്കിലും കാരണവശാൽ റോട്ടിൽ നിന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കാൻ സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾക്ക് അത് കാണാൻ പറ്റും. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളെ കൊണ്ട്, അതായത് സ്കൂളിലൊക്കെ പിള്ളേരെ കൊണ്ട്, നഴ്സറി സ്കൂളിൽ അംഗൻവാടിയിലൊക്കെ പിള്ളേരെ കൊണ്ട് വിടാൻ പോകുന്ന ആൾക്കാർ ഞാൻ ഒത്തിരി സന്ദർഭങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന ആൾക്കാർ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും, നടക്കുന്നതിന്റെ അവരുടെ കൈയുടെ ആ സൗകര്യത്തിനനുസരിച്ചിട്ടായിരിക്കും അവര് വലത് സൈഡ് പിടിക്കും. ഇടത്തെ സൈഡിൽ കൂടെ തന്നെ കടന്നു പോകുമ്പോൾ കുഞ്ഞിനെ എന്ത് ചെയ്യും, റോഡിന്റെ ഉൾവശത്തായിട്ട് പിടിക്കും. ഈ വലിയ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളുടെ ചിലപ്പോൾ ശ്രദ്ധയിൽ ഈ കുഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് വരികയില്ല, ഒരു കൊച്ചു ആ ചോട്ടിലുള്ളത് ചിലപ്പോൾ ശ്രദ്ധ പെട്ടെന്ന് വരികയില്ല. എന്ത് ചെയ്യും, ഈ വണ്ടിക്കാരൻ ചിലപ്പോൾ ആ കുഞ്ഞിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ഇടത്തു കൂടെ നടന്നാലും വേണ്ടില്ല, വലത്തോടെ നടന്നാലും വേണ്ടില്ല, കുഞ്ഞുങ്ങളെ കൂടെ പിടിച്ചു നടത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ നിങ്ങൾ നടക്കുന്നതിന്റെ ഉൾവശത്തായിട്ട്, അതായത് റോഡിനോട് ചേർന്നല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എപ്പോഴും കുഞ്ഞുങ്ങളെ കൈ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഞങ്ങളോട് പറയുകയാണ്. ഇന്ന് കൂടുതലും ആക്സിഡന്റ് സംഭവിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, റോഡിന് ആനുപാതികമായ സ്പീഡിൽ വണ്ടി ഓടിക്കാന്ന് പറയും.
ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് റോട്ടില് 50 സ്പീഡിൽ വണ്ടി ഓടിച്ചാലത്തെ അവസ്ഥ എന്താവും? അതുപോലെ തന്നെ PWD റോഡ്, അതായത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള സാധാരണ ബസ്സൊക്കെ വരുന്ന റോഡ്, അതിലെ ഓടിക്കാവുന്നതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 60 സ്പീഡാണ്. അതിലെ കൊണ്ട് 80 സ്പീഡിൽ വണ്ടി ഓടിച്ചാലത്തെ അവസ്ഥ എന്താവും? അപ്പം പഞ്ചായത്ത് റോഡിൽ ഓടിക്കാവുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം പോയാൽ ഓടിക്കാവുന്ന സ്പീഡ് 40ആണ്. അതുപോലെ തന്നെ സാധാരണ ഡബിൾ ലൈൻ റോഡുണ്ട്, അതിൽ ഓടിക്കാവുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഓടിക്കാവുന്ന സ്പീഡ് 70ആണ്. 6 ലൈനായിട്ടുള്ള NH47 പോലത്തെ ഈ 6 ലൈൻ റോഡെ മാത്രമാണ് നമുക്ക് ഒരു 90, 80, 90, 100 സ്പീഡിൽ ഓടിക്കാവുന്നത്. ഇത് അറിഞ്ഞുകൂടാത്തതാണ് ഇന്ന് പലരുടെയും അപകടത്തിന്റെ കാരണം. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തുള്ള പഞ്ചായത്ത് റോഡെയൊക്കെ ഒരു എന്താ പറയുക, വളരെ വേഗതയിൽ ബൈക്കിലും കാറിലും ഒക്കെ പോകുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അവനവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത സ്പീഡ് കൂടുതൽ ഒരു കാരണവശാലും വണ്ടി ഡ്രൈവ് ചെയ്യരുത്. ആ കാര്യത്തിൽ നമ്മൾ വളരെ പക്വത കാണിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല, എതിരെ ചിലപ്പോൾ നടന്നു വരുന്നവർക്കും അതുപോലെ എതിരെ വണ്ടി വരുന്നവർക്കും ഒക്കെ വലിയ അപകടം ഉണ്ടാകാനായിട്ട് കാരണമാകും. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമന്റും ഒക്കെ ഈ വീഡിയോ അനേകരിലേക്ക് എത്താനായിട്ടും കാരണമാകും. ഓക്കെ.